അധിക കാലമൊന്നും പിറകോട്ട് പോകേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു 4 കൊല്ലം അല്ലെങ്കിൽ 5 കൊല്ലം പിറകോട്ട് പോയി കഴിഞ്ഞാൽ റോഡുകളിൽ വല്ലപ്പോഴും നമ്മളൊരു ഇലക്ട്രിക് വാഹനം കണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? എങ്ങോട്ട് നോക്കിയാലും പച്ച കളറുള്ള നമ്പർ പ്ലേറ്റുകളാണ്. ശരിയല്ലേ? EV യുഗം വരാൻ പോകുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ എത്രയോ വേഗത്തിലായിരിക്കും എന്നതിന്റെ സൂചനയാണത്. നമസ്കാരം. 2026 ജൂലൈ മാസത്തിൽ ഇന്ത്യയിലുടനീളം വിൽപ്പന നടത്തിയ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ സെയിൽസ് റിപ്പോർട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ടോട്ടൽ സെയിൽസ് നോക്കാം. 1,92,000 ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളാണ് ജൂലൈ മാസത്തിൽ ഇന്ത്യയിൽ മൊത്തമായി വിൽപ്പന നടന്നത്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ, അതായത് ഇത് നമ്മൾ ജൂൺ മാസത്തെ വിൽപ്പനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 0.7% ചെറിയൊരു ഇടിവാണ് നേരിട്ടിരിക്കുന്നത്. അതേപോലെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ, അതായത് ഇത് കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തെ വിൽപ്പനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 86% മികച്ച വളർച്ചയാണ് കൈവരിക്കാൻ സാധിച്ചത്. 11.01% EV ടൂ വീലർ പെനിട്രേഷൻ. ഈ 11%-ഓളം EV ടൂ വീലർ പെനിട്രേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല. ഇന്ത്യയിൽ വിൽപ്പന നടത്തിയ മൊത്തം ഇരുചക്ര വാഹനങ്ങളിൽ 11% ഇലക്ട്രിക് ആയിരിക്കുകയാണ്. 2035 ആകുമ്പോഴേക്കും ഇലക്ട്രിക് ടൂ വീലറിന്റെ കാര്യം മാത്രമല്ല കേട്ടോ, എല്ലാ ഇലക്ട്രിക് വാഹനങ്ങളുടെയും, അതായത് ടോട്ടൽ EV പെനിട്രേഷൻ 50% ആവുമെന്നാണ് ഒഫീഷ്യൽ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ 2035 ശേഷം നമ്മൾ റോഡുകളിൽ കാണുന്ന പുതിയ വണ്ടികളിൽ 10-ൽ 5 ഇലക്ട്രിക് വാഹനങ്ങളായിരിക്കുമെന്ന് അർത്ഥം. ഓക്കെ, ഇനി നമുക്ക് ടോപ്പ് 10 ലിസ്റ്റ് നോക്കാം. ഇലക്ട്രിക്സ് ആണ് 10ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണ ഇവർ ടോപ്പ് 10 ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ തവണ 9ാം സ്ഥാനത്തുണ്ടായിരുന്ന സ്പ്രിന്റോ ആണ് ലിസ്റ്റിൽ നിന്നും പുറത്തു പോയിരിക്കുന്നത്. ജൂൺ മാസത്തിൽ 995 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച ഇലക്ട്രിക്സിന് ജൂലൈ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 1290 യൂണിറ്റ്സ് ആണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 29%-ന്റെയും ഇയർ ഓൺ ഇയർ സെയിൽസിൽ 161%-ന്റെയും വളരെ മികച്ച വളർച്ചയാണ് ഇലക്ട്രിക് കൈവരിച്ചിരിക്കുന്നത്. 0.6% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഒരു പടി മുകളിലേക്ക് കയറി സിമ്പിൾ 1 ആണ് 9ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണ ഇവർ 10ാം സ്ഥാനത്തായിരുന്നു. ജൂൺ മാസത്തിൽ 1333 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച സിമ്പിൾ 1-ന് ജൂലൈ മാസത്തിൽ 1587 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 19%-ന്റെ വളർച്ചയാണ് ഇവർ കൈവരിച്ചിരിക്കുന്നത്. അതേപോലെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 208%-ന്റെ വളരെ മികച്ച വളർച്ച കൈവരിക്കാനും സിമ്പിൾ എനർജീസിന് സാധിച്ചിട്ടുണ്ട്. 0.8% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഇവരുടെ ഫാമിലി സ്കൂട്ടർ സെപ്റ്റംബറിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം പതുക്കെ ഇവരുടെ വിൽപ്പന കൂടുകയും 2 പടി മുകളിലേക്ക് കയറാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പക്ഷേ ഇവർക്ക് കൂടുതൽ ഷോറൂമുകളും സർവീസ് സെന്ററുകളും വരേണ്ടതായിട്ടുമുണ്ട്. ബിഗോസ് ആണ് 8ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 8ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ജൂണിൽ 3949 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച ബിഗോസിന് ജൂലൈ മാസത്തിൽ 5459 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 38%-ന്റെയും ഇയർ ഓൺ ഇയർ സെയിൽസിൽ 211%-ന്റെയും വളരെ മികച്ച വളർച്ചയാണ് ഇവർ കൈവരിച്ചിരിക്കുന്നത്. 2.1% ഇവരുടെ മാർക്കറ്റ് ഷെയർ. റിവർ ഇന്ത്യയാണ് 7ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 7ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ജൂൺ മാസത്തിൽ 4450 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച റിവറിന് ജൂലൈ മാസത്തിൽ 5938 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 33%-ന്റെയും ഇയർ ഓൺ ഇയർ സെയിൽസിൽ 253%-ന്റെയും വളരെ മികച്ച വളർച്ചയാണ് ഇവർ കൈവരിച്ചിരിക്കുന്നത്. 3% റിവർ ഇന്ത്യയുടെ മാർക്കറ്റ് ഷെയർ. വളരെ പതുക്കെ തുടങ്ങിയ റിവർ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള വിൽപ്പനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറഞ്ഞ ഷോറൂമുകളിൽ നിന്നാണ് ഇത്രയും വിൽപ്പന ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഗ്രീവ്സ് ഇലക്ട്രിക് ആണ് 6ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 6ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ജൂൺ മാസത്തിൽ 10161 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച ഗ്രീവ്സിന് ജൂലൈ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 9331 യൂണിറ്റ്സ് മാത്രമാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 8%-ന്റെ ഇടിവാണ് ഇവർ നേരിട്ടിരിക്കുന്നത്. പക്ഷേ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 135%-ന്റെ വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ ഗ്രീവ്സിന് സാധിച്ചിട്ടുണ്ട്. 4.9% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഓക്കെ, ഇനിയാണ് വിൽപ്പനയിൽ ശരിക്കുമുള്ള ഫൈറ്റ് നടക്കുന്നത്. ടോപ്പ് 5 ലിസ്റ്റിൽ ആരൊക്കെയാണെന്നും ഏതൊക്കെ പൊസിഷനിലാണെന്നും നമുക്ക് നോക്കാം. ഓലയാണ് 5ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 5ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ജൂൺ മാസത്തിൽ 14902 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച ഓലയ്ക്ക് ജൂലൈ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 12874 യൂണിറ്റ്സ് ആണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 13%-ന്റെയും ഇയർ ഓൺ ഇയർ സെയിൽസിൽ 26%-ന്റെയും ഇടിവാണ് ഇവർ നേരിട്ടിരിക്കുന്നത്.
6.8% ഇവരുടെ മാർക്കറ്റ് ഷെയർ. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇവരുടെ സെയിൽസ് ചെറിയ രീതിയിലാണെങ്കിലും കൂടിക്കൂടി വന്നിരുന്നെങ്കിലും വീണ്ടും ഇപ്പോൾ ഇവർ താഴോട്ട് പോയിരിക്കുകയാണ്. ഹീറോ മോട്ടോകോർപ്പ് വിഡയാണ് 4ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവര് 4ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ജൂൺ മാസത്തിൽ 19,026 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച വിഡയ്ക്ക് ജൂലൈ മാസത്തിൽ 20,200 യൂണിറ്റ്സ് ആണ് വിൽപ്പന നടത്താൻ സാധിച്ചത്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 6% വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 106% വളരെ മികച്ച വളർച്ചയാണ് ഇവർ കൈവരിച്ചിരിക്കുന്നത്. 10% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഏഥർ ആണ് 3ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 3ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ജൂൺ മാസത്തിൽ 30,082 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച ഏഥറിന് പക്ഷെ ജൂലൈ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 28,453 യൂണിറ്റ്സ് മാത്രമാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 5% ഇടിവാണ് ഇവർ നേരിട്ടിരിക്കുന്നത്. പക്ഷേ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 60% മികച്ച വളർച്ച കൈവരിക്കാൻ ഏത്തറിന് സാധിച്ചിട്ടുണ്ട്. 15% ഇവരുടെ മാർക്കറ്റ് ഷെയർ. 1ാം സ്ഥാനത്ത് ആരാണെന്ന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലെ, നമുക്കറിയാം ടി വി എസ് തന്നെയാണ്. കാരണം കഴിഞ്ഞ ഒരുപാട് മാസങ്ങളായിട്ട് 1ാം സ്ഥാനവും 2ാം സ്ഥാനവും ടി വി എസും ബജാജ് ചേതക്കും തന്നെയാണെങ്കിലും ഇവര് തമ്മിൽ വിൽപ്പനയിൽ കാര്യമായ ഫൈറ്റ് ഒന്നും നടന്നിട്ടില്ല. കാരണം ഇവര് തമ്മിലുള്ള സെയിൽസ് യൂണിറ്റ്സിൽ നല്ല വ്യത്യാസം ഉണ്ടാവാറുണ്ട്. ടി വി എസ് ഒരുപാട് മുന്നിലാണ്. 9ാം സ്ഥാനത്തുള്ള ബജാജ് ചേതക്കിന് ജൂൺ മാസത്തിൽ 40,096 യൂണിറ്റ്സ് ആണ് വിൽപ്പന നടത്താൻ സാധിച്ചത്. അതേ സ്ഥാനത്ത് ജൂലൈ മാസത്തിൽ ഇവർക്ക് 42,186 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 5% വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത്. അതേപോലെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 125% മികച്ച വളർച്ച കൈവരിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. 22% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ടി വി എസ് 1ാം സ്ഥാനത്ത് തന്നെ കാര്യമായ എതിരാളികളൊന്നുമില്ലാതെ തുടരുന്നു. മാത്രമല്ല ഇത്തവണ ഇവരുടേത് റെക്കോർഡ് സെയിൽസുമാണ്. ജൂൺ മാസത്തിൽ 43,354 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച ടി വി എസിന് ജൂലൈ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 50,673 യൂണിറ്റ്സ് ആണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 17%, ഇയർ ഓൺ ഇയർ സെയിൽസിൽ 133% മികച്ച വളർച്ച കൈവരിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. 26% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ആദ്യമായിട്ടാണ് ഒരു മാസത്തിൽ 50,000-ൽ കൂടുതൽ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ ടി വി എസ് വിൽപ്പന നടത്തുന്നത്. ഗുഡ് ജോബ്. പക്ഷെ ഒരു മാസം ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ വിൽപ്പന നടത്തിയതിന്റെ റെക്കോർഡ് ഇപ്പോഴും ഓലയുടെ പേരിൽ തന്നെയാണ്. 2024 മാർച്ചിൽ ഓല വിൽപ്പന നടത്തിയത് ഏകദേശം 54,000 യൂണിറ്റ്സിനടുത്താണ്. പക്ഷെ വരും മാസങ്ങളിൽ ഓലയുടെ ഈ ഒരു റെക്കോർഡും ടി വി എസ് മറികടക്കും എന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല അല്ലെ. ഒരു മിനിറ്റ് പോകാൻ വരട്ടെ, ബാക്കിയുള്ള കമ്പനികളുടെ ഡീറ്റെയിൽസ് കൂടി നമുക്ക് നോക്കാം. ജൂൺ മാസത്തിൽ 852 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച റിവോൾട്ട് മോട്ടോഴ്സിന് ജൂലൈ മാസത്തിൽ 1,218 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 42% മികച്ച വളർച്ചയാണ് ഇവർ കൈവരിച്ചിരിക്കുന്നത്. ഹോണ്ട ആക്ടിവ ജൂണിൽ 703 യൂണിറ്റ്സ് ആണ് വിൽപ്പന നടത്തിയത്. അതേ സ്ഥാനത്ത് ജൂലൈ മാസത്തിൽ ഇവർക്ക് 837 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 19% വളർച്ച കൈവരിക്കാൻ സാധിച്ചു. ജൂൺ മാസത്തിൽ 483 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച അൾട്രാ വയലറ്റിന് ജൂലൈ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 688 യൂണിറ്റ്സ് ആണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 42% മികച്ച വളർച്ചയാണ് ഇവർ കൈവരിച്ചിരിക്കുന്നത്. അതേപോലെ ജൂൺ മാസത്തിൽ 521 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച സുസുക്കി ഈ ആക്സസിന് ജൂലൈ മാസത്തിൽ 596 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 8% വളർച്ചയാണ് ഇവർ കൈവരിച്ചിരിക്കുന്നത്. ഓപ്പൺ റോർ 432 യൂണിറ്റ്സ് ആണ് ജൂൺ മാസത്തിൽ വിൽപ്പന നടത്തിയത്. അതേ സ്ഥാനത്ത് ജൂലൈ മാസത്തിൽ അവർക്ക് 420 യൂണിറ്റ്സ് മാത്രമാണ് വിൽപ്പന നടത്താൻ സാധിച്ചത്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 2% ചെറിയൊരു ഇടിവാണ് ഇവർ നേരിട്ടിരിക്കുന്നത്. ജൂൺ മാസത്തിൽ 131 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച യമഹയ്ക്ക് ജൂലൈ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 118 യൂണിറ്റ്സ് മാത്രമാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 9% ഇടിവാണ് ഇവർ നേരിട്ടിരിക്കുന്നത്. ഫൈനലി ജൂൺ മാസത്തിൽ 8 യൂണിറ്റ്സ് മാത്രം വിൽപ്പന നടത്താൻ സാധിച്ച BMW ജൂലൈ മാസത്തിൽ 4 യൂണിറ്റ്സ് മാത്രമാണ് വിൽപ്പന നടത്താൻ സാധിച്ചത്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 50% ഇടിവാണ് ഇവർ നേരിട്ടിരിക്കുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന സെയിൽസ് ഡാറ്റാസ് മുഴുവനും വാഹൻ എന്ന് പറയുന്ന ഗവൺമെന്റ് വെബ്സൈറ്റിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇവരത് ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഡാറ്റയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണത്തെ ടോട്ടൽ സെയിൽസിൽ നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.